ഹായ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി എൻ്റെ ഫോണിലെ പാരൻറ്റിംഗ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട്. എൻ്റെ കുട്ടിക്ക് 2 വയസ്സായി. എന്ത് മരുന്ന് കൊടുക്കണം? ഫോൺ കൊടുക്കാതെ ഭക്ഷണം കഴിക്കുന്നില്ല. എന്ത് ചെയ്യണം? പക്ഷേ ഈ ചോദ്യങ്ങളെക്കാൾ എന്നെ പേടിപ്പിക്കുന്നത് അതിന് താഴെ വരുന്ന ചില മറുപടികളാണ്. യാതൊരു സയൻറ്റിഫിക് അടിത്തറയുമില്ലാതെ കേട്ടുകേൾവി വെച്ചുള്ള ഉപദേശങ്ങൾ. പാവം രക്ഷിതാക്കൾ അത് വിശ്വസിച്ച് സ്വന്തം കുട്ടികളിൽ പരീക്ഷിക്കുക കൂടി ചെയ്യുന്നു. ഇത് കണ്ടു നിൽക്കാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന നിലയിൽ എനിക്ക് കഴിയില്ല. അവിടെയാണ് ടോയ് ടോക്സ് എന്ന ഈ ചാനൽ ജനിക്കുന്നത്. നമസ്കാരം, ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ. കഴിഞ്ഞ 5 വർഷമായി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ദുബായിൽ പ്രാക്ടീസ് ചെയ്യുന്നു. 100 കണക്കിന് കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും അടുത്ത് കണ്ട ഒരാളാണ് ഞാൻ. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ വളർച്ചയുടെ നാഴികക്കല്ലുകൾ അഥവാ മൈൽ സ്റ്റോൺസ് വ്യത്യസ്തമാണ്. സോഷ്യൽ മീഡിയയിലെ ക്ലിക്ക് ബൈറ്റ് വീഡിയോകൾ കണ്ട് തെറ്റായ രീതിയിൽ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ശരിയായ ശാസ്ത്രീയമായ അറിവ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ ചാനൽ തുടങ്ങാൻ എനിക്ക് മറ്റൊരു കാരണം കൂടിയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻസ്പിരേഷൻ എൻ്റെ അനിയത്തിയാണ്. അവൾക്കിപ്പോൾ ഏകദേശം 23 വയസ്സായി. അവളൊരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള ഒരു കുട്ടിയാണ്. അവളെ വളർത്തുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മയും ഉപ്പയും അനുഭവിച്ച ടെൻഷനുകൾ, സംശയങ്ങൾ അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അന്ന് ഇതുപോലെ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അവളാണ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഓരോ കുട്ടിക്കും അവരുടേതായ കഴിവുകളുണ്ടെന്നും ശരിയായ ശ്രദ്ധയിലൂടെ അവരെ മാറ്റിയെടുക്കാമെന്നും നാളെ അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവളെപ്പോലെയുള്ളവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കണം എന്നതും എൻ്റെ വലിയൊരു സ്വപ്നമാണ്. പലരും ചോദിക്കാറുണ്ട്, ടോയ്സ് വെറും കളിപ്പാട്ടങ്ങളല്ലേ, അതിനെന്തിനാ ഇത്ര സീരിയസ്നെസ് എന്ന്. എന്നാൽ ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല. ലോകം കണ്ട ഏറ്റവും 3 വലിയ പ്രതിഭകൾ കുട്ടികളുടെ കളിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. ഒന്നാമതായി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ഏറ്റവും വലിയ കളി ഗവേഷണമാണ് എന്നാണ്. ഒരു കുട്ടി കളിപ്പാട്ടം താഴെയിട്ട് പൊട്ടിക്കുമ്പോൾ അവനത് നശിപ്പിക്കുകയല്ല, അതിനുള്ളിൽ എന്താണെന്ന് ഗവേഷണം നടത്തുകയാണ്. രണ്ടാമതായി മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയുടെ ഉപജ്ഞാതാവായ മാഡം മരിയ മോണ്ടിസോറി പറഞ്ഞത് പ്ലേ ഈസ് ദ വർക്ക് ഓഫ് ദ ചൈൽഡ്. കളിയാണ് കുട്ടികളുടെ ജോലി എന്നാണ്. അതായത് നമ്മൾ ഓഫീസിൽ പോകുന്ന അതേ ഗൗരവത്തോടെയാണ് കുട്ടികൾ ബോക്സ് വെച്ച് കളിക്കുന്നത്. മൂന്നാമതായി കുട്ടികളുടെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ ജീൻ പിയാഷെ പറഞ്ഞത് പ്ലേ ഈസ് ദ ആൻസർ ടു ഹൗ എനിത്തിങ് ന്യൂ കംസ് എബൌട്ട് എന്നാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കുട്ടിയുടെ ഏക മാർഗം കളിയാണ്. അതുകൊണ്ട് അവരുടെ ഭാഷ കളിയാണ്. ആശുപത്രിയിൽ പോയി വന്ന ഒരു കുട്ടി വീട്ടിലെത്തി പാവക്കുട്ടിയെ ഇഞ്ചക്ഷൻ വെക്കുന്നത് കണ്ടിട്ടില്ലേ? ആശുപത്രിയിൽ വെച്ച് അവനുണ്ടായ പേടിയെ അവൻ അതിജീവിക്കുന്നത് ആ കളിയിലൂടെയാണ്. അതുകൊണ്ട് കളിപ്പാട്ടങ്ങൾ വെറും നേരം പോക്കല്ല, അവരുടെ പഠനോപകരണങ്ങളാണ്. പ്ലേ വിത്ത് പർപ്പസ് എന്ന് ഞാൻ പറയുന്നതും അതുകൊണ്ട് മാത്രമാണ്. ഈ ചാനലിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ടോയ്സ് റിവ്യൂസ് അല്ല. കുട്ടിയുടെ പ്രായത്തിന് അനുയോജ്യമായ അഥവാ ഏജ് അപ്രോപ്രിയേറ്റ് ടോയ്സ് ഏതാണ്, പാരൻറ്റിങ്ങിലെ തെറ്റായ ധാരണകൾ, മിത്തുകൾ എന്തൊക്കെയാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന DIY ഡു ഇറ്റ് യുവർ സെൽഫ് ടോയ്സ് എങ്ങനെ ഉണ്ടാക്കാം, ഇതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുക. ഇതൊക്കെ പറയാൻ നിലവിൽ എനിക്ക് മക്കളൊന്നുമില്ല. പക്ഷേ എല്ലാവരെയും പോലെ ഒരു നല്ല അച്ഛനാവുക എന്നതാണ് എൻ്റെയും ആഗ്രഹം. കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് ആധികാരികമായ അറിവ് ആഗ്രഹിക്കുന്ന സാധാരണക്കാർ മുതൽ പ്രൊഫഷണൽസ് വരെയുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു A to Z ഗൈഡായിരിക്കും ഈ ചാനൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് വളരാം. തെറ്റായ അറിവുകളെ മാറ്റി നിർത്തി നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ചത് നൽകാം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യൂ. വെൽക്കം ടു ടോയ് ടോക്സ്. സബ്സ്ക്രൈബ് ഫോർ more videos. Thank you.